പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ ബ്യൂട്ടി സീക്രട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. രാവിലെ ഞാൻ എണീച്ചിട്ട് ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കും എൻ്റെ ഫേസ് പോലത്തെ നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുള്ള ഫേസ് കിട്ടും. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി ചെയ്യണമെന്നാണ് ദേ കാണിക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ട് ഇതുപോലെ ചെയ്തിട്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ ഒന്നെനിക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് നന്നായിട്ട് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഒന്ന് ലൂസാക്കിയിട്ട് അത് ഫേസിൽ ഫുൾ അപ്ലൈ ചെയ്യുന്നു. ആ ഫേസ് വാഷ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുൾ കാര്യങ്ങളും ചെയ്യണേ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ 1-2 കാര്യങ്ങളും കൂടി ഞാൻ പറയാം. മുഖം ക്ലീൻ ആവാനായിട്ട് ഫേസ് വാഷ് ഉപയോഗിക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ മതി. നമ്മളുടെ വെയ്റ്റിനനുസരിച്ചിട്ട് കൃത്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കണം. എൻ്റെ ഒരു അറിവനുസരിച്ചിട്ട് 25 കിലോ ഉള്ള ഒരാൾക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടതെന്നാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ കാര്യം, മുഖക്കുരു കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ താരനുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. താരനുണ്ടെങ്കിൽ അത് പോകാനുള്ള ഷാമ്പു യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ വയറുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ താരൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താരൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കോണ്ടാക്റ്റ് വരുന്നത് പില്ലോയായിട്ടാണ്. മുഖം ചെരിഞ്ഞെടുക്കുമ്പോഴാണെങ്കിലും 2 സൈഡിലോട്ട് ചെരിഞ്ഞെടുക്കുമ്പോഴാലും മുഖം നമ്മുടെ പില്ലോയിൽ ചേർന്നാണ് ഇരിക്കുന്നത്. അപ്പോൾ താരനുണ്ടെങ്കിൽ അതും ഒക്കെ നമ്മുടെ ഫേസിലായിട്ട് കോണ്ടാക്റ്റ് വന്നിട്ട് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ താരനുണ്ടെങ്കിൽ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയാനായിട്ട് ആദ്യം നോക്കുക. രണ്ടാമത്തേത്, പില്ലോ കവർ എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ കിടക്കുന്ന സമയത്ത് പില്ലോയിൽ എന്തെങ്കിലും ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള തുണി വിരിച്ചിട്ടിട്ട് കിടക്കാൻ ശ്രമിക്കുക. പിന്നെ നേരെ തന്നെ കിടന്നാൽ ഫേസായിട്ടുള്ള കോണ്ടാക്റ്റ് ഒഴിവാക്കാം. താരനുണ്ടെങ്കിലേ നേരെ തന്നെ കിടക്കാൻ ശ്രമിക്കുക. പിന്നത്തെ കേസ്, കൃത്യമായിട്ട് ഫേസ് വാഷ് ഉപയോഗിച്ച് ഫേസ് ക്ലീൻ ചെയ്ത് കളയുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ അത് ഇതുപോലെയൊക്കെ ചെയ്യുക. ഇനി ഇടയ്ക്ക് നല്ല ഓയിലി ആയിട്ടുള്ള ഇങ്ങനെ എണ്ണമയം വന്നിരിക്കുന്ന ഫേസ് ആണെങ്കിൽ ഇടയ്ക്ക്, ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. വലിയ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വർക്ക് ചെയ്യണവരാണെങ്കിൽ ഇടയ്ക്ക് ഉച്ചയ്ക്ക് ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ പിമ്പിൾസ് വരാതിരുന്നാൽ തന്നെ നമ്മുടെ മുഖം ക്ലീൻ ആയിട്ടിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും പിമ്പിൾസ് വരാത്ത സ്കിന്നിൽ പിമ്പിൾസ് വരുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ താരം കളയണം, പില്ലോ കവറിൻ്റെ കാര്യം ശ്രദ്ധിക്കണം, വെള്ളം കുടിക്കണം. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴും നമ്മൾ ഒത്തിരി ഓയിലി ആയിട്ടുള്ളത് കഴിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ബോഡി പാർട്സിനൊക്കെ നമ്മൾ എക്സസൈസും കാര്യങ്ങളും ചെയ്യുമെങ്കിൽ നമ്മുടെ മുഖത്തിന്, കഴുത്തിൻ്റെ മുകളിലേക്കുള്ള ഭാഗങ്ങളൊന്നും അങ്ങനെ അനക്കം കിട്ടില്ല, ബ്ലഡ് സർക്കുലേഷനൊന്നും കൂടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണേ. രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു എനർജി ആയിരിക്കും ഫേസിൽ. നമുക്കൊരു പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് കിട്ടുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിങ്ങനെ നമുക്ക് സെൽഫ് കെയർ വേണമല്ലോ. ഒരു ദിവസം നമ്മൾ കുറച്ച് സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് മസ്റ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് നമ്മളോടൊരു സ്നേഹം തോന്നും. അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാവും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ഫേസ് വാഷ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അലോവേറ ജെല്ലോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് മോയ്സ്ചറൈസറും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ രാവിലെ എണീച്ചിട്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാറുള്ളൂ. അടുക്കളയിലേക്ക് പോകുന്നതാണെങ്കിലും എന്താണെങ്കിലും ഇതിപ്പോൾ രാവിലെ എനിക്ക് ചെയ്യാൻ സമയം കിട്ടും, കാരണം ഞാൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കും. എനിക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ആണെങ്കിലും എനിക്ക് വേണ്ടി ടൈം കണ്ടെത്തി ഞാനിത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 2 നേരം ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ച് കോട്ടൺ എടുത്തിട്ട് കുറച്ച് തണുത്ത വെള്ളത്തിൽ മുക്കി അത് കണ്ണിൻ്റെ മേളിൽ വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നതും നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ സമയമുള്ളവർ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഇത് നല്ലൊരു പരിപാടിയാണ്. ചെയ്തു നോക്കിയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം കേട്ടോ.